ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുട്ടികളിൽ സാധാരണയായി കാണുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ്. ടങ് ടൈ അഥവാ ആൻഗൈലോഗ്ലോസിയ. നാവിന് കീഴിലുള്ള ലിംഗ്വൽ ഫ്രീനം ചെറുതോ കടുപ്പമുള്ളതോ ആകുമ്പോൾ നാവിന്റെ ചലനം കുറയുകയും അതിനാൽ ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും. ചില കുഞ്ഞുങ്ങളിൽ ഫീഡിംഗ് സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും. പിന്നീട് വാക്കുകൾ ഉച്ചരിക്കുമ്പോഴും പ്രതിസന്ധി അനുഭവപ്പെടും. ടങ് ടൈ തിരിച്ചറിയാൻ ചില പ്രധാന ലക്ഷണങ്ങൾ കാണാം. കുഞ്ഞുങ്ങളിൽ പാൽ കുടിക്കാൻ ബുദ്ധിമുട്ട്, തുപ്പൽ കൂടുതലായി വരിക, നാവ് പുറത്തേക്ക് നീട്ടാൻ പറ്റാത്തത്. വലിയ കുട്ടികളിൽ ത, ധ, ല, ര തുടങ്ങിയ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ട്, നാവ് ഉയർത്താനോ വലത്തോട്ടോ ഇടത്തോട്ടോ ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്, വായിലെ ശുചിത്വം പാലിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ഡെന്റൽ ഡോക്ടർ ചെയ്യുന്ന ലളിതമായ ഇൻട്രാ ഓറൽ എക്സാമിനേഷൻ മുഖാന്തരം ഇത് എളുപ്പത്തിൽ തിരിച്ചറിയാം. ലേസർ ഫ്രനോട്ടമിയുടെ പ്രധാന ഗുണങ്ങൾ നോക്കാം. രക്തസ്രാവമില്ല, സ്യൂച്ചറിന് ആവശ്യമില്ല, വേദനക്കുറവ്, മുറിവ് വേഗത്തിലും സുഖപ്പെടും, കുഞ്ഞിന് ഭയമോ ബുദ്ധിമുട്ടോ ഇല്ല. ചികിത്സയ്ക്ക് ശേഷം കുഞ്ഞിന് നാവിന്റെ ചലനം മെച്ചപ്പെടുത്താനായി ചെറു വ്യായാമങ്ങൾ നിർദ്ദേശിക്കും. അത് നാവിന്റെ പൂർണ്ണ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കും. നേരത്തെ തിരിച്ചറിയും ശരിയായ ചികിത്സയും കുഞ്ഞിന്റെ സംസാര വികസനത്തെയും ആത്മവിശ്വാസത്തെയും വളരെയധികം മെച്ചപ്പെടുത്തും. ഇതിനുള്ള ഏറ്റവും ഫലപ്രദമായ ചികിത്സയാണ് ലേസർ ഫ്രനക്ടമി. ഇത് വളരെ ലളിതമായ ഒരു പ്രൊസീജിയറാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് അനുയോജ്യമായത്. ലേസർ ഉപയോഗിച്ച് ഫ്രീനം വളരെ കൃത്യമായ വിധത്തിൽ റിലീസ് ചെയ്യും. പ്രൊസീജിയറിന് മുമ്പ് ചെറിയ അനസ്തേഷ്യ മാത്രം മതിയാകും. പ്രൊസീജിയറിൽ ബ്ലീഡിംഗ് വളരെ കുറവായിരിക്കും, വേദനയും വളരെ കുറവായിരിക്കും. പ്രൊസീജിയറിന് ശേഷം കുഞ്ഞിന് ഉടൻ തന്നെ നാവിന്റെ ചലനം മെച്ചപ്പെട്ടതായി കാണാം. സാധാരണയായി സ്യൂച്ചർ ആവശ്യമില്ല, മുറിവ് വളരെ വേഗത്തിൽ സുഖപ്പെടും.